ഹലോ ഗായ്സ്, അപ്പോഴേ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ബാൻഡ് പീസും തമ്മിൽ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് വെക്കുക, കണക്ട് ചെയ്തിട്ട് പിൻ ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു വശത്ത്, അതായത് താഴെ വശത്ത് നമ്മൾ പിൻ ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക 1/2 ഇഞ്ചിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല വശം മാത്രം 3 പീസാണല്ലോ വരുന്നത്, അതിൽ 3 പീസിൽ നല്ല വശം ഒരു ഭാഗത്ത് വെച്ചിട്ട് ബാക്കി 2 പീസും തമ്മിൽ സെപ്പറേറ്റ് എന്ന് വെച്ചാൽ ഒപ്പം വെച്ചിട്ട് അതിലേക്ക് വേണം നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കാൻ കേട്ടോ. അതായത് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് ശേഷം നമ്മൾ ഇതേപോലെ ഒന്നുകൂടെ ചെയ്യുക, പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് മേലത്തെ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട്. വേറെ ഒന്നിനുമല്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാണ്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, നെക്കും മോളും എല്ലാ വശവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഡാട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ നെക്ക് ഓൾറെഡി അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്റർ പോർഷനിൽ, അതായത് ഈ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ പോർഷനും ബാൻഡിൻ്റെ സെൻറ്റർ പോർഷനും ഒപ്പം കണ്ടിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത്, അവിടെ നിന്ന് വേണം കേട്ടോ, സെൻറ്റർ മിഡിൽ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷനൊക്കെ കട്ട് ചെയ്ത് കളയുക, എന്നിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കുക കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് പോർഷനാണ് എടുക്കുന്നത്. ബാക്ക് പോർഷൻ ഇതുപോലെ നല്ല വശം മേലേക്കും അതിൻ്റെ ചീത്തവശത്ത് ലൈനിങ്ങും വെച്ച് ഡാട്ട് ആദ്യം ക്ലിയർ ചെയ്യുക, പിൻ ചെയ്ത് വെക്കണം കേട്ടോ. പിൻ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ എല്ലതും ചെയ്യാൻ, സ്റ്റിച്ചിങ്ങും കംപ്ലീറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാട്ടും സ്ലീവ് ആമോള് എല്ലതും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം നമുക്കിതാ നമ്മളെ സ്ലീവ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് നല്ല വശത്തിൻ്റെ നമ്മൾ ലൈനിങ് വെച്ചിട്ട് സ്ലീവിൻ്റെ എൻ പോർഷൻ ഉണ്ടല്ലോ, ഹെം പോർഷന് നമ്മൾ ഒരു 1/2 ഇഞ്ചിലോ 1/4 ഇഞ്ചിലോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതൊന്ന് നിവർത്തി വെച്ചിട്ട് ആ ചീത്ത വശത്ത് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ട് എൻ പോർഷനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്ന് വെച്ചൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. പിൻസൊക്കെ ഒന്ന് വെച്ച് സെക്യൂർ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാകുമ്പോൾ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ, അതായത് ഒരു പൊന്തലൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ചിലപ്പോൾ അങ്ങനെ ചെയ്യാതെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പൊന്തലുണ്ടാകും സ്ലീവിനൊക്കെ, അതില്ലാതാക്കാനാണ്. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് സ്ലീവ് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വശം ഒപ്പം വെച്ച് ഷോൾഡർ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ഫിനിഷ് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഷോൾഡറിൻ്റെ പോർഷൻ ഒന്ന് പ്രസ് ചെയ്തടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവല്ല, നമ്മൾ താഴത്തെ പോർഷൻ, അതായത് ലെങ്ത്തൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഫ്രണ്ടിലത്തെ ലെങ്ത്ത് ബാക്കിലത്തെ ലെങ്ത്തിനെ നോക്കിയിട്ട് വേണം, അളവ് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മളത് മാർക്ക് ചെയ്തിട്ട് വേണം മടക്കി തയ്ച്ചു കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്യുക. ഫ്രണ്ടിൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫേസിങ്ങും ബൈൻഡിങ്ങും ചെയ്യണം. അതിന് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തിട്ട് 2 പീസ് ഉണ്ടാകും, 2.5-ൻ്റെയും 2-ൻ്റെയും ഒരു പീസ്, 2 പീസ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2.5-യും 2-ഉമാണ് നമ്മൾ ഫേസിങ്ങിനും ബൈൻഡിങ്ങിനും വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 2-3 മെത്തേഡിലൊക്കെ നമുക്ക് ഈ ഫേസിങ്ങും ബൈൻഡിങ്ങും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരേണ്ടത്. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഫേസിങ്ങും ബൈൻഡിങ്ങും ചെയ്തെടുക്കാനുള്ള ഒരുപാട് വഴികളുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലൊരുപാട് ക്ലിയർ ഇല്ല. അപ്പോൾ അത് ചെറിയ ഒരു പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ. അതുകൊണ്ട് ഒന്നുകൂടെ സ്കിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ ഒരു ദേഷ്യം എനിക്ക് എൻ്റെ ഫേസിൽ നന്നായിട്ട് കാണാനും പറ്റും. ആൻഡ് അവസാനം നമ്മളത് റെഡിയാക്കി. അത് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെൻറ്റർ കണ്ടിട്ട് നോച്ച് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെസ്റ്റ്, വേസ്റ്റ്, ആമോള്, അതുപോലെ നമ്മളെ ബോട്ടം ഒക്കെ ഒന്ന് മെഷർമെൻറ്റ് നോക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചോക്ക് കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ സൈഡൊക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ.
അപ്പോൾ സെറ്റായിട്ട് നിൽക്കുക. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫേസിങ്ങും ബൈൻഡിങ്ങും ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കെട്ട് വെക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് കെട്ട് വെക്കാനുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്, കാരണം നമ്മൾ നെക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് റെഡിയായി. അത് കഴിഞ്ഞിട്ട് ക്രോസ് പീസാണ് കേട്ടോ. അത് ഞാൻ ക്രോസ് പീസ് ക്രോസ് ചെയ്തിട്ട് എല്ലാം ജോയിൻ ചെയ്തിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കെട്ടും അതും കൂടി സെറ്റാക്കി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെമ്മിങ് ചെയ്തു, കുളത്തൊക്കെ വെച്ചു, പിന്നെ എല്ലാതും സെറ്റായി. ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്പുട്ട്. അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്കും ഇതുപോലെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണിത്. എനിക്കിതിൻ്റെ സ്ലീവ് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു